ലഹരി പോലുള്ള മോശം ശീലങ്ങൾ ഉപേക്ഷിക്കാൻ സാധിച്ചാൽ 5 കോടി രൂപയും അതിൻ്റെ പുറമെ മാസാമാസവും 3,40,000 രൂപയും കിട്ടാനുള്ള വഴി പറഞ്ഞു തരട്ടെ. പുതിയ വർഷമാണ്, പുതിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പരമാവധി പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഉദാഹരണത്തിന് സിഗരറ്റ് വലി പോലുള്ള മോശം ശീലമുള്ള ഒരാൾ ദിവസവും 100 രൂപയ്ക്കെങ്കിലും വലിച്ച് കളയുന്നുണ്ട്. അതൊരു മാസം നോക്കിയാൽ 3,000 രൂപയാണ്. സിഗരറ്റിൻ്റെ വിലയെല്ലാം ലഹരിയുടെ വിലയെല്ലാം നോക്കുകയാണെങ്കിൽ വർഷാവർഷവും 15% കൂടുന്നതായിട്ട് കാണാം. ഈ 3,000 രൂപ ഒരു 30 വർഷത്തേക്ക് 12% റിട്ടേൺ കിട്ടുന്ന ഒരു ഇക്വിറ്റി ഫണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 5 കോടിയിലധികം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ 5 കോടി രൂപയില്ലേ നമ്മുടെ കയ്യിലേക്ക് 5 കോടി കിട്ടുകയാണ്. സ്വാഭാവികമായിട്ടും നികുതിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവാം. തൽക്കാലം അതിനെ നമുക്ക് മാറ്റിവെക്കാം. ഈ 5 കോടി രൂപ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിൽ 8% റിട്ടേൺ കിട്ടുന്ന രീതിയിൽ നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം 41 ലക്ഷത്തിലധികം ഇൻട്രസ്റ്റ് ആയിട്ട് കയറുന്നതാണ്. 41 ലക്ഷം എന്ന് പറയുമ്പോൾ ഒരു മാസം 3,40,000-ലധികമാണ്. സ്വാഭാവികമായിട്ടും ഇത് പറയുന്ന സമയത്ത് 30 വർഷത്തേക്ക് ഇങ്ങനെ നിക്ഷേപം നടത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമല്ലേ? പെട്ടെന്ന് പണക്കാരനാവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പെട്ടെന്ന് പണക്കാരനാവാൻ യാതൊരു വഴിയുമില്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗോൾ ബേസ്ഡ് ആയിട്ട് ലോങ് ടേമിലേക്ക് നിക്ഷേപം നടത്തുമ്പോഴാണ് നമ്മുടെ ചെറിയ വരുമാനം വളരെ വലിയ ഒരു തുകയായിട്ട് മാറ്റാൻ വേണ്ടി നമുക്ക് സാധിക്കുക. ഇത് പറയുമ്പോഴും ഒരുപാട് സംശയങ്ങൾ നമുക്ക് തോന്നാനൊരു സാധ്യതയുണ്ട്. അതായത് ഈ 5 കോടി രൂപ എനിക്ക് വേണ്ടത് എൻ്റെ മകളുടെയോ മകൻ്റെയോ കല്യാണത്തിനാണ്, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തിനാണ്. അതിനുവേണ്ടി ഞാൻ എത്രയെല്ലാം നിക്ഷേപിക്കണം? ഇത്രത്തോളം 30 വർഷം എനിക്ക് നിക്ഷേപിക്കാൻ പറ്റില്ല. എനിക്ക് 10 വർഷമായിരിക്കും പറ്റുക, 5 വർഷമായിരിക്കും പറ്റുക. അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ തന്നെ ഇന്ത്യയിൽ ധാരാളം നിക്ഷേപങ്ങളുണ്ട്. സ്വർണ്ണ നിക്ഷേപങ്ങളുണ്ട്, റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളുണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ട്, ബോണ്ട് നിക്ഷേപങ്ങളുണ്ട്, ബാങ്കിലെ ടേം ഡെപ്പോസിറ്റുകളുണ്ട്. ഇതിലേതാണ് ഞാൻ തിരഞ്ഞെടുക്കുക? അല്ലെങ്കിൽ ഓരോന്നിലും എത്ര വീതം ഞാൻ നിക്ഷേപം നടത്തണം എനിക്ക് വലിയൊരു ലാഭമായിട്ട് മാറാൻ? ഈ സംശയങ്ങൾ ധാരാളം പേർക്ക് തോന്നിയേക്കാം. 20 വയസ്സൊക്കെ ആവുന്ന സമയത്താണ്, ഈ കോളേജ് കാലഘട്ടത്തിലൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നതായിട്ട് കാണാറുള്ളത്. അതുവരെ സ്കൂൾ കുട്ടിയൊക്കെ അല്ലേ, ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ഈ 20 വയസ്സുള്ള ഒരാൾ ആ ലഹരി ഉപയോഗിക്കാതെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പണം കൃത്യമായിട്ട് നല്ലൊരു നിക്ഷേപത്തിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അവൻ 50 വയസ്സുള്ള സമയത്താണ് ഞാൻ പറയുന്നത് 5 കോടി രൂപ ഉണ്ടാവും. ഈ 50ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്തൂടെ? കുറച്ചുകൂടെ നല്ല രീതിയിൽ നിക്ഷേപങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിലോ ഇങ്ങനെ 3,000-ൽ തുടങ്ങി 15% ഇൻക്രിമെൻ്റ് അല്ല, കുറച്ചുകൂടെ കൂട്ടി നിക്ഷേപിക്കുകയാണെങ്കിലോ 40ാമത്തെ വയസ്സിലോ 35ാമത്തെ വയസ്സിലോ ഒക്കെ റിട്ടയർ ചെയ്ത് പിന്നീട് ജീവിതം ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇങ്ങനെയെല്ലാം ചെയ്യണമെങ്കിൽ ഏത് നിക്ഷേപം തിരഞ്ഞെടുക്കണമെന്നും എൻ്റെ സാമ്പത്തിക ലക്ഷ്യം എന്താണെന്നും എനിക്ക് എത്രത്തോളം റിസ്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുമെല്ലാം കൃത്യമായിട്ട് നമ്മൾ പഠിക്കണ്ടേ? ശരിക്കും ലഹരിയൊന്നും ഉപയോഗിക്കാത്ത ആളുകൾ, വലിയ രീതിയിൽ പണം ചെലവഴിക്കാത്ത ആളുകൾ, നശിപ്പിച്ച് കളയാത്ത ആളുകൾ ഒന്നും തന്നെ വലിയ സമ്പന്നരായിട്ട് മാറിയത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ നല്ല രീതിയിൽ ചെറുതെങ്കിൽ ചെറുതായിട്ടുള്ള ഒരു തുക നിക്ഷേപം നടത്തുന്ന ആളുകളാണ് വലിയ സമ്പന്നരായിട്ട് മാറിയിട്ടുള്ളത്. അതൊന്നുകിൽ ബിസിനസ്സിലാവാം, അല്ലെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള നിരവധി നിക്ഷേപ പദ്ധതികളിലെല്ലാം ആവാം. ശരിക്കും നമ്മുടെ എല്ലാവരുടെയും അറിവിന് വേണ്ടി പറയുകയാണെങ്കിൽ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാനും നിക്ഷേപിക്കാനുമെല്ലാം ഒരു 6 കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ചെറിയ ചെറിയ പണം നിക്ഷേപിച്ചിട്ട് കാര്യമില്ല. പണം കൂടുതൽ നിക്ഷേപിക്കണമെങ്കിൽ പണം കൂടുതലായിട്ട് ഉണ്ടാക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിക്കണം. അത് കൃത്യമായിട്ടുള്ള നല്ല വഴികളാണ്, അല്ലാതെ തട്ടിപ്പ് നിക്ഷേപങ്ങളായിട്ടുള്ള മണി ചെയിനിലൊന്നും കൊണ്ടുപോയി നമ്മൾ പണം ഇടാൻ പാടില്ല. അങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കി അത് കൃത്യമായിട്ട് നിക്ഷേപിക്കാൻ നമ്മൾ പഠിക്കണ്ടേ? കൃത്യമായിട്ട് ഏതെല്ലാം നിക്ഷേപങ്ങളിൽ എത്രത്തോളം എങ്ങനെയെല്ലാം നിക്ഷേപിക്കണം എന്ന കാര്യം പഠിക്കണം. അതുപോലെ വരവ് ചെലവുകളെ കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ പഠിക്കണം. നമ്മുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയേണ്ടതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. കാരണം വെറുതെ അല്ല നമ്മൾ നിക്ഷേപിക്കുന്നത്. ഒന്നുകിൽ കുട്ടികളുടെ കല്യാണത്തിനായിരിക്കാം, വിദ്യാഭ്യാസത്തിനായിരിക്കാം, നമുക്ക് ജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കുന്ന റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് വേണ്ടിയായിരിക്കാം. ഇങ്ങനെ കൃത്യമായിട്ട് പണമെല്ലാം നിക്ഷേപിക്കുന്ന സമയത്ത് ടാക്സ് പ്ലാൻ ചെയ്യാൻ പഠിക്കണ്ടേ? ഈ ടാക്സ് പ്ലാൻ ചെയ്യാൻ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അങ്ങനെ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പറ്റം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ പഠിക്കാം? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇതൊരിക്കലും സ്കൂളിലൊന്നും പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ ലക്ഷക്കണക്കിന് രൂപ സ്കൂളുകളിലും കോളേജുകളിലുമായിട്ട് ചെലവഴിച്ചിട്ടുണ്ടാവും. എന്നാൽ നമുക്കിത് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. പക്ഷേ അതിന് ഒരുപാട് സമയവും ഒരുപാട് പണവും നമ്മൾ ചെലവഴിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, ഞാൻ ആഗോള നിക്ഷേപക തന്ത്രങ്ങളെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിശദമായിട്ട് പഠിക്കുന്ന ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 20,000 രൂപയോളമാണ് ഞാൻ ആ കോഴ്സിന് വേണ്ടി ചിലവഴിക്കുന്നത്. അപ്പോൾ അത്രത്തോളം പണമെല്ലാം ചിലവഴിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ ഇത്രത്തോളം പണം ചിലവഴിക്കാൻ എല്ലാവരുടെയും കയ്യിലുണ്ടാവുമോ? തീർച്ചയായിട്ടും ഇല്ല. എന്നാൽ ഞാൻ വേറെ ഒരു വഴി പറഞ്ഞുതരാം. ഒരുപാട് പണവും ഒരുപാട് സമയവും നിങ്ങൾ ചിലവഴിക്കണമെന്നില്ല. ഏതാണ്ട് 12 അധ്യായങ്ങളിലൂടെ 6 മണിക്കൂറിനുള്ളിൽ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് ഏത് സമയത്തും
ഈ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. കാരണം ഇത് പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് കാണാം. അതുകൂടാതെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ട 10ലധികം ഫൈനാൻഷ്യൽ ടൂളുകൾ, ഞാൻ ഉപയോഗിക്കുന്ന ടൂളുകളാണ്, കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ്. സാധാരണ പഠിക്കാൻ 10,000 ചിലവ് വരുന്ന ഈ കോഴ്സ് ഞാൻ നിർമ്മിച്ചിട്ടുള്ളത് 6,000 രൂപയ്ക്കാണ്. എന്നാൽ ന്യൂ ഇയർ ഒക്കെ വരികയല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് 2,799 രൂപയ്ക്ക് ഈ കോഴ്സ് ലഭ്യമാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ മാസാമാസവും ഒരു തുക നിക്ഷേപിച്ച് 10-15 വർഷമൊക്കെ നിക്ഷേപിച്ച് വലിയ തുകയായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യല്ലേ. നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ പണമല്ലേ. ഒന്നും അറിയാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ നിക്ഷേപം നടത്താൻ വേണ്ടി പാടുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം. അതായത് നമ്മുടെ ജീവിതാവസാനം വരെ വേണ്ട സാമ്പത്തിക പാഠങ്ങൾക്ക് വേണ്ടി ചെറിയൊരു തുക ചെലവഴിക്കുന്നത് വലിയ കാര്യമായിട്ട് കാണേണ്ടതില്ല. അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് ചെയ്തിട്ടുള്ളത്. ചില ആളുകൾ എത്ര പറഞ്ഞാലും പഠിക്കില്ല. അത്തരം ആളുകൾ ദയവായിട്ട് ആ ഭാഗത്തേക്ക് തന്നെ വരരുത്. ആരെങ്കിലും പറയുമോ ഒരു കോഴ്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ വേണ്ട ആളുകൾ മാത്രം എടുത്താൽ മതി എന്ന്? ഒരിക്കലും പറയില്ലല്ലോ. ഇത് തീർച്ചയായിട്ടും ആളുകൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്കും കാര്യങ്ങളും ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പുതിയ വർഷം വരാൻ പോവുകയാണ്. പുതിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയൊരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ലിങ്കിൽ കയറുക. നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. വിദേശത്തുള്ള ആളുകൾ ഫോണിലെ ലൊക്കേഷൻ ഒന്ന് ഓണാക്കിയ ശേഷം പേയ്മെൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് 6 മണിക്കൂറിനുള്ളിൽ പഠിക്കാം. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തീരുമാനിക്കാനുള്ള ഒരു അവസരമാണ്. ഇനിയും സമയം വൈകിപ്പിക്കേണ്ട. ആ രീതിയിലാണ് ഇന്ത്യൻ മാർക്കറ്റ് എല്ലാം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് ഈ കോഴ്സിൻ്റെ ഗ്യാരണ്ടി. ഞാൻ തന്നെയാണ് പൂർണ്ണമായിട്ടും പഠിപ്പിക്കുന്നത്. ഈ കോഴ്സിൽ പങ്കെടുത്തിട്ട് റിവ്യൂ ചെയ്തിട്ടുള്ള എല്ലാവരും 5 സ്റ്റാർ റേറ്റിംഗ് നൽകിയിട്ടുള്ള കോഴ്സാണ്. അത്രത്തോളം ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. പക്ഷെ പഠിക്കാൻ വേണ്ടി തയ്യാറാവണം. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളതുപോലെ പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യണമെന്ന് താല്പര്യമുള്ള ധാരാളം ആളുകൾ ഇതിനോടകം ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്കും കാര്യങ്ങളും കമൻറ്റിലുണ്ട്. എന്നാൽ ഒരു കാര്യം കൂടെ ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്, ഇന്ന് 1 ലക്ഷം ഇട്ടിട്ട് നാളെ 1 കോടി എടുക്കാവുന്ന ഒരു പദ്ധതികളും നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ പഠിപ്പിക്കുന്നത് ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതുപോലെ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കി നമ്മുടെ കയ്യിലുള്ളത് 100 രൂപയാണെങ്കിലും 1 ദിർഹമാണെങ്കിലും അത് നഷ്ടം വരാത്ത രീതിയിൽ എങ്ങനെ നിക്ഷേപിക്കാമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും മലയാളം അറിയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പം തന്നെ ഒന്ന് കയറി നോക്കൂ. ഓഫർ അധിക കാലം ഉണ്ടാവില്ല. 6,000 രൂപയുടെ കോഴ്സ് ഇപ്പോൾ 2,799 രൂപയ്ക്കാണ് നൽകുന്നത്. നമുക്കെന്തായാലും മറ്റൊരു നല്ല അറിവുമായിട്ട് നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.